637 കടുവയെ കിടുവ പിടിക്കുമ്പോൾ. കാലവർഷം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു. അങ്ങിങ്ങ് മഴക്കെടുതികൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കാലവർഷം ശക്തമായതോടെ സർക്കാർ വിവിധ വകുപ്പുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മഴക്കെടുതി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സഹായം എത്തിക്കാൻ റവന്യൂ വകുപ്പ് സുസജ്ജമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ആഫീസ് പത്രക്കുറിപ്പ് അറിയിച്ചു. കണ്ടോ ഭാമേ, നിനക്ക് റവന്യൂ വകുപ്പെന്നും വില്ലേജ് ഓഫീസെന്നും കേൾക്കുമ്പോ വലിയ പുച്ഛമായിരുന്നല്ലോ. നാട്ടിൽ മഴ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും റവന്യൂ വകുപ്പ് വേണം. എനിക്ക് റവന്യൂ വകുപ്പിന് പുച്ഛമാണെന്ന് ആരാ പറഞ്ഞത്? എല്ലാ സർക്കാർ വകുപ്പുകളെയും പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പും. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ റവന്യൂ വകുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും റവന്യൂ വകുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീണേനെ എന്നും മോഹനേട്ടൻ പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആകാശം ഇടിഞ്ഞു വീണാലും റവന്യൂ വകുപ്പ് തന്നെ വേണം. ദുരന്ത നിവാരണത്തിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വൻപിച്ച ഒരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്ത് ദുരന്ത നിവാരണം? മഴയിൽ കൃഷി നശിച്ചവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും നക്കാപ്പിച്ച കാശ് വില്ലേജ് ഓഫീസ് വഴി വിതരണം ചെയ്യും. അത്രയല്ലേ ഉള്ളു കാര്യം. 300 വാഴ നശിച്ച പത്രോസിയേട്ടന് കഴിഞ്ഞ തവണ സർക്കാർ അനുവദിച്ച സഹായം 450 രൂപ. ഒരു വാഴയ്ക്ക് 1.5 രൂപ. ആ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ എഴുതാൻ ചെലവായ മഷിയുടെ കാശ് പോലും പത്രോസിയേട്ടന് കിട്ടിയില്ല. അതിപ്പോ ഓരോരുത്തർ ചോദിക്കുന്ന വിഷയത്തിൽ കൊടുക്കാൻ പറ്റുമോ? നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് സർക്കാരിന് ചില ചട്ടങ്ങളുണ്ട്. അതനുസരിച്ച് കാശ് കൊടുക്കാൻ പറ്റൂ. ഇതൊക്കെ ചുമ്മാ ആളുകൾ കണ്ണി പൊടിയിടാൻ നടത്തുന്ന ഒരു പരിപാടിയല്ലേ. നഷ്ടപരിഹാരം കൊടുത്തു വന്ന് വരുത്തി തീർക്കുക, അതിന്റെ പേരിൽ അടുത്ത ഇലക്ഷന് വോട്ട് പിടിക്കുക, പട്ടിൽ കൈയിട്ട് വരിക, അത്രേ ഉള്ളു കാര്യം. ദുരിതം അനുഭവിക്കുന്നതിന് കിട്ടുന്നൊക്കെ കണക്ക് തന്നെയാണേ. നിന്നോട് ആര് പറഞ്ഞു? അമേ, കഴിഞ്ഞ വരൾച്ചക്കാലത്ത് എത്ര കോടി രൂപയാണ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്യുന്നറിയാമോ? നമ്മുടെ താലൂക്ക് ഓഫീസ് വഴി മാത്രം 10-12 ലക്ഷം രൂപ വിതരണം ചെയ്തു. അതൊരു ചെറിയ കാര്യമാണോ? മോഹനേട്ടൻ ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ തഹസിൽദാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താണെന്ന് തോന്നൂല്ലോ. ഇതെല്ലാം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അത് സർക്കാർ ചെയ്യേണ്ട ഔദാര്യമല്ല. രാവിലെ ധിക്കാരം പറയുന്നു. ഹലോ, അതെ സത്യഭാമയാണ്. ആ സത്യപാല, എന്തുണ്ട് വിശേഷം? ആ ഉവ്വോ, എനിക്ക് ഓർമ്മയുണ്ട്. അത് നാളെയല്ലേ? അത് ശരിയാക്കാതെ ഞാൻ പറഞ്ഞല്ലേ. നാളെ രാവിലെ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി. സത്യപാലനാണ്. നാളെ 9-ാം തീയതിയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ഇന്ന് 8-ാം തീയതിയാണെന്ന് ഓർമ്മിപ്പിക്കാൻ ആരും വിളിച്ചില്ലല്ലോ. ഓരോ തീയതിയാണെന്ന് അറിയിക്കാൻ ഓരോരുത്തരെങ്കിലും വിളിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ കലണ്ടർ ഉണ്ട്, അത് നോക്കിയാ പോരെ. ഭയങ്കര തമാശയാണ് ഈ പറഞ്ഞതെന്ന് മോഹനേട്ടൻ തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. നാളെ സത്യപാലന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അത് ഓർമ്മിപ്പിക്കാനാണ് സത്യപാലൻ വിളിച്ചത്. ഏത് പൈസ? ആഹാ, കൊള്ളാലോ. സത്യപാലന്റെ വീട് പണിയുടെ ആവശ്യത്തിന് 25,000 രൂപ ചോദിച്ചതും അത് കൊടുക്കാമെന്ന് പറഞ്ഞതും മോഹനേട്ടൻ മറന്നു. അത് ശരിയായില്ല. നാളെ കൊടുക്കാൻ ബുദ്ധിമുട്ടാ. എങ്ങനെ? നാളെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. കഴിഞ്ഞ മാസം 30-ാം തീയതി എനിക്ക് വക്കീൽ ഫീസ് എല്ലാം കൂട്ടി സദാനന്ദൻ സാർ തന്ന 25,000 രൂപ മോഹനേട്ടൻ വാങ്ങിച്ചെടുത്ത് ഓർമ്മയുണ്ടോ? അത് സത്യപാലന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞു സഹകരണ ബാങ്കിൽ 25,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാമെന്ന് മോഹനേട്ടൻ സെക്രട്ടറി അരവിന്ദൻ സാറിനോട് ഏറ്റുപോയി. മോഹനേട്ടന് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം 25,000 രൂപ മോഹനേട്ടന് തരണം. സത്യപാലന് 9-ാം തീയതിയല്ലേ ആവശ്യമുള്ളൂ, അന്ന് ഞാൻ തരാമെന്ന്. മോഹനേട്ടനെ വിശ്വസിച്ച് എനിക്ക് കിട്ടിയ 25,000 രൂപ ഞാൻ മോഹനേട്ടനെ ഏൽപ്പിച്ചു. ആ കാശ് ഇന്ന് തിരിച്ചരാമെന്നാണ് സാറ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട്. എന്നിട്ട് പക്ഷെ കിട്ടാനുള്ള പൈസ കിട്ടിയില്ല. കിട്ടാൻ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ എങ്ങനെ മോഹനേട്ടാ? സത്യപാലനോട് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ. അതിനെ നീ സത്യപാലന് കൊടുക്കാനുള്ള പൈസ ഒന്നുമല്ലല്ലോ, അയാൾ വായ്പ വെച്ചല്ലേ. അത് കിട്ടിയില്ലെന്ന് പറയണം. മോനേട്ടാ വേറെ തമാശ കളിക്കണിക്കല്ലേ. ഞാൻ ആ പൈസ നാളെ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക സത്യപാലൻ. എനിക്കിന്ന് വൈകുന്നേരത്തിനും കാശ് കിട്ടിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ?
പൈസക്ക് പൈസ തന്നെ വേണ്ടേ? എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടാൻ ഒരാഴ്ച കൂടെ കഴിയും. ഒരാഴ്ച കഴിഞ്ഞ് പൈസ കൊടുക്കാന്ന് സത്യപാലനെ പറഞ്ഞേക്ക്. ഇത് എവിടുത്തെ മര്യാദ മോനട്ടാ? സത്യപാലിന് പൈസയുടെ ആവശ്യം നാളെയാണ്. നാളെ കിട്ടേണ്ട പൈസ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടിയിട്ട് എന്താ കാര്യം? എന്റെ കയ്യിൽ പൈസ ഇല്ല. തൽക്കാലം സത്യപാലനോട് ആരോടെങ്കിലും കടം വാങ്ങാൻ പറയും. എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമ്പോ കൊടുക്കാം. അതേ നടക്കൂ. ഓ, കടം കൊടുക്കാം. എങ്ങനെ മോഹനയുടെ വെറുതെ വേഷം ഇടിക്കല്ലേ? നാളെ സത്യപാലന കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മാനം പോവും. കിട്ടാനുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ വേണ്ട. സഹകരണ ബാങ്കിൽ ഇഷ്ടംപോലെ കാശ് കിടപ്പുണ്ടല്ലോ, അത് നിങ്ങൾ എടുത്താൽ മതി. അതെങ്ങനെ എടുക്കും? എന്താണ്? സ്ഥിര നിക്ഷേപമായിട്ടിരിക്കുന്ന പൈസ കാലാവധി തികയാതെ എടുത്താൽ പലിശ നഷ്ടമാകും. ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല. എനിക്കിന്ന് പൈസ കിട്ടിയേ പറ്റൂ. വെറുതെ വാശി പിടിക്കല്ലേ ഭാമേ. ഇല്ലാത്ത പൈസ ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാണ്? താലൂക്ക് ഓഫീസിലെ സഹദേവൻ കഴിഞ്ഞ മാസം എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. ഈ മാസം 5-ാം തീയതി തരാമെന്നായിരുന്നു അയാൾ പറഞ്ഞത്. ആ പൈസ കിട്ടുമ്പോൾ നിന്റെ പൈസ തരാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? കൊള്ളാം, നല്ല ന്യായം. മോഹനേട്ടന്റെ പരിചയക്കാരനായ സഹദേവൻ വാക്ക് തെറ്റിച്ചതിന് ഞാൻ നാണം കടണം. കൊള്ളാം. ഒന്നെങ്കിൽ മോഹനേട്ട് സഹദേവന്റെ കയ്യിൽ നിന്ന് ഇന്ന് കാശ് തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കാശ് എടുത്തു തരിക. അതേ ഉള്ളു ഇവിടുത്തെ വഴി. നിനക്ക് എന്താ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തത്? സഹദേവൻ വിചാരിച്ച പൈസ കിട്ടിയില്ല. സഹദേവൻ അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. അതുപോലെ സത്യപാലനോട് നീ പറയണം, നീ വിചാരിച്ച പൈസ കിട്ടിയില്ല. പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നില്ല. ഞാൻ നാളെയും മറ്റന്നാളും ജോലി ചെയ്യേണ്ടത് സത്യപാലന്റെ കൂടെയാണ്. കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാശ് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സത്യപാലന്റെ മുഖത്ത് നോക്കും മോനേട്ടാ? ഇതേപോലെട്ടാ, എനിക്കിന്ന് പൈസ കിട്ടിയേ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് പൈസ ഇല്ല. അതിന്റെ പേരിൽ നീ വാശി പിടിക്കേ വേണ്ട. ഇത് ഉറപ്പായി നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള പണിയാണേ. എന്ത് വഴക്ക്? ഭാമേ, സത്യപാലിന് നീ പൈസ കൊടുക്കുമ്പോൾ അയാൾ പലിശ തരുന്നുണ്ടോ? ഇല്ലല്ലോ. ആ പൈസ നമ്മൾ ബാങ്കിലിട്ടിരുന്നാൽ നമുക്ക് പലിശ കിട്ടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സത്യപാലിന് പൈസ വായ്പ കൊടുക്കുമ്പോ നീ അയാൾക്ക് ഒരു ഔദാര്യം ചെയ്യുകയാണ്. ഔദാര്യം എപ്പ ചെയ്യണം എന്ന് ചെയ്യുന്നവരാണ് തീരുമാനിക്കേണ്ടത്. മോഹനേട്ടൻ സഹദേവന് കൊടുത്ത പൈസക്ക് എന്ത് പലിശ കിട്ടും? ഒന്നും കിട്ടൂല. അപ്പൊ അതും ഔദാര്യമല്ലായിരുന്നോ? സഹദേവനെ പോലെയാണോ? തെറ്റാലേ. മോഹനേട്ടൻ സഹദേവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് സത്യപാലൻ. മോഹനേട്ടാ, എനിക്കിത് കാശ് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. നീ പേടിപ്പിക്കണം. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇന്ന് പൈസ തന്നില്ലെങ്കിൽ ഷർട്ട് മുണ്ടും തേച്ച് തരില്ല, ചായ തരില്ല, ഉച്ചക്കുള്ള ഊണ് തരില്ല എന്നൊക്കെയല്ലേ? ഇതൊക്കെ നിന്റെ ഇഷ്ടം. നീ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും സഹകരണ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ ആഴ്ച സ്ഥിര നിക്ഷേപിട്ട പൈസ ഇന്ന് പിൻവലിച്ച അരവിന്ദ് സാറ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഈ അരവിന്ദ് സാർ മോഹനേട്ടൻ അച്ഛനൊന്നുമല്ലോ. സഹകരണ ബാങ്കിലെ സെക്രട്ടറി അല്ലേ? അതെ, അതാണ് പ്രശ്നം. ഞാൻ വളരെ ചെലവ് കുറച്ച് ജീവിച്ച് പണം സമ്പാദിക്കുന്ന ഒരാളാണെന്ന് അരവിന്ദ് സാർ എപ്പോഴും പറയും. ഇന്ന് ഞാൻ അവിടെ പൈസ പിൻവലിക്കാൻ ചെല്ലുമ്പോ അരവിന്ദ് സാർ എന്ത് ചെയ്തു? പൈസ അടുത്ത ആഴ്ച കൊടുക്കാൻ പറ്റുമെന്ന് സത്യപാലനോട് പറഞ്ഞേക്കും. ഹലോ, അതെ ഉത്തമനാണ്. അതെയോ? അയ്യോ, അതെന്ത് പറ്റി പെട്ടെന്ന്? അയ്യോ, അതൊക്കെ നാണക്കേടല്ലേ. എനിക്ക് പിടികിട്ടി. പക്ഷെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാ ശരി ശരി, ഞാൻ നോക്കട്ടെ. എന്തോ വലിയ പ്രശ്നമാണല്ലോ. മോഹനേഷ് സാറല്ലേ? നമസ്കാരം സാറേ. സാറേ നമസ്കാരം. എന്താണ് സാറേ പെട്ടെന്ന് വക്കീലിന് പൈസക്ക് അത്യാവശ്യം? ആര് പറഞ്ഞു? അല്ല, വക്കീൽ ഇപ്പൊ എന്നെ വിളിച്ചേ ഉള്ളൂ. അത്യാവശ്യമായിട്ടൊരു 25,000 രൂപ വേണോന്ന് പറഞ്ഞു. സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. സംഭവം ശരിയാ. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലിന് വായ്പ കൊടുക്കാൻ പൈസ ബാങ്ക് കിടപ്പുണ്ട്. പക്ഷേ നല്ല പലിശ കിട്ടുന്ന ആ പൈസ എടുത്ത് സത്യപാലിന് കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഉത്തമ? പക്ഷെ വക്കീല് പറയുന്ന കാശ് കൊടുത്തേ പറ്റൂന്നാ. ആരടുത്തെങ്കിലും പലിശയ്ക്ക് വാങ്ങിച്ചോളാനും പറഞ്ഞു.
എത്ര പലിശ ആയിരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവളങ്ങനെ പണം പറയും. എന്താ ആരും കേട്ടില്ല. ഉത്തമൻ അത് ശ്രദ്ധിക്കാനൊന്നും പോണ്ട. സത്യപാലിന് അടുത്ത ആഴ്ച പൈസ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെന്താ? അല്ല, എന്നാലും വക്കീൽ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഉത്തമ, ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെട്ട് എനിക്ക് നാണക്കേട് ഉണ്ടാക്കി വെച്ചാൽ ഉത്തമൻ വിവരം അറിയും. എന്റെ ഭാര്യ പണം കടം വാങ്ങുക എന്നത് പുറത്തറിഞ്ഞാൽ എന്റെ മാനം പോലെ. ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും കടം വാങ്ങാത്ത മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യ കടം വാങ്ങാന്ന് വെച്ചാൽ എന്റെയും ഭാമയുടെയും കയ്യിൽ പൈസയൊന്നുമില്ല, ഞങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണ് എന്നൊക്കെ നാട്ടുകാർ എഴുതൂ. അല്ല സാറേ, ഞാനിപ്പോ വക്കീലിനോടെന്ത് പറയണം? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉത്തമൻ എന്റെയോ ഭാമയുടെയോ പേര് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ശരി, മനസ്സിലായി സാറേ. കഷ്ടം. പാവം വക്കീല് സാറായിട്ട് കാശ് കൊടുക്കുകയില്ല, വല്ലവരുടെയും കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാൻ സമ്മതിക്കുകയില്ല. കഷ്ടം. എന്റെ അമ്മോ, കേട്ടാ? ഇല്ല, കേട്ടില്ല. രക്ഷപ്പെട്ടു. എന്നാൽ എനിക്കിത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കാഞ്ചന സാറേ. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തോ എനിക്കിപ്പോ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇതിന്റെ പിന്നിൽ വേറെന്തോ ആണ്. വേറെ എന്താവാൻ? മോഹനേഷ് സാറ് നമ്മളെ മുന്നിൽ കാണിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. പറയുമ്പോ ലളിത ജീവിത, പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ എന്നൊക്കെ പറയാം. പക്ഷേ കാലം വല്ലാത്തതാ. ഇക്കാലത്ത് ഒരു സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം കൊണ്ട് ജീവിച്ചു പോവാൻ പാടാ. എന്താണ് ചർച്ച? ഒന്നുമില്ല സാർ. ശിശുപാലൻ പറഞ്ഞത് ഞാൻ കേട്ടു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം കൊണ്ട് ഇക്കാലത്ത് ജീവിച്ചു പോകാൻ പാടാണ്. ആരാ പറഞ്ഞ അങ്ങനെ? ഞാൻ കൈക്കൂലി വാങ്ങാത്ത തികച്ചും സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലോ. എന്നിട്ടാണോ സാറിന്റെ ഭാര്യ ശിശുപാലൻ ചേട്ടനെ വിളിച്ച് കാശ് കടം ചോദിച്ചത്? സത്യ സാർ, കുറച്ചു മുമ്പ് വക്കീൽ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തിനകം ഒരു 25,000 രൂപ വേണമെന്ന്. പലിശ എത്രയായാലും കുഴപ്പമില്ലെന്ന്. ഇത്രയ്ക്ക് അത്യാവശ്യം എന്താ വക്കീലെന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഉണ്ട്, കാശ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സാറിന് ചോദിക്കാൻ മടിയായതുകൊണ്ടാ വക്കീൽ വിളിച്ച് ചോദിക്കുന്നതെന്നും പറഞ്ഞു. എന്താ സാറേ ഇത്രയും വലിയ പ്രശ്നം? ഞങ്ങളോട് പറയാവുന്നതാണോ? ഒരു പ്രശ്നമില്ല. ഭാമയ്ക്ക് ഇപ്പൊ പൈസ ഒരു ആവശ്യമില്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു എനിക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ശിശുപാലൻ എന്നെ സഹായിക്കുമെന്ന്. അത് ഭാമ വിശ്വസിച്ചില്ല. നമ്മൾ തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ച് അവക്കറിയില്ലല്ലോ. അവളൊരു വെറും വക്കീലല്ലേ. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി അവളൊന്ന് പരീക്ഷിച്ചതാ. അല്ലാതെ ശരിക്കും പൈസ ആവശ്യമൊന്നുമില്ല. അപ്പോ ഞാൻ ആ ബ്ലൈഡ് ജോണിക്കുട്ടിയോട് പൈസ വെച്ചതോ? അതിന്റെ ആവശ്യമില്ല. ഒരു ജോലി നോക്ക്. സ്വയംപ്രഭ എവിടെ? അത് പ്രൊഫസർ വന്നില്ല. മണി 10:04. സ്വയംപ്രഭ വരുമ്പോ എന്നെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറയണം. ശരി സാർ. അത് കൊള്ളാം. വക്കീൽ രാവിലെ നമ്മളെ വടിയാക്കാൻ വേണ്ടി വിളിച്ചു ചോദിച്ചതാ. മനുഷ്യനെ നാണം കെടുത്താനുള്ള പോലെ വേലകളെ. പക്ഷെ ഇതുകൊണ്ടൊന്നും മോഹനെ തോപ്പിക്കുന്ന കരുതണ്ട. ഹലോ, അരുന്ന് സാർ, എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? ഞാൻ അതുവഴി വരണമെന്ന് ഓർത്തതാ, പക്ഷേ സമയം കിട്ടിയില്ല. ഭാമയോ? എന്തിന്? അങ്ങനെ പ്രശ്നമൊന്നുമില്ല സാർ. സാറിന് അങ്ങനെ പറയുന്നത്? എനിക്കിപ്പോ കുറച്ച് പൈസക്ക് വേണ്ടിട്ട് സ്വർണം പണം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് വേണ്ട. ശരി സാർ.
സഹകരണ ബാങ്കിലും പോയോളൂ. രണ്ടും കൽപ്പിച്ച സാർ സാറിനെ കണ്ടിട്ട് ഒപ്പിട്ടാ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ സമയത്തിനായി 10:10. ആഫീസിൽ വരേണ്ട സമയത്തിനാണ് 10 മണി. അതായത് സ്വയംപ്രഭ 10 മിനിറ്റ് വൈകി എന്ന്. അത് മനഃപൂർവ്വം വൈകിയതല്ല സാർ. വരുന്ന വഴി ഒരാളെ കാണാനുണ്ടായിരുന്നു. അവിടെ 10 മിനിറ്റ് താമസിച്ചു. സ്വയംപ്രഭയുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞ് തോന്നുമ്പോ വന്നു കയറേണ്ട സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. അത് പാലിക്കേണ്ട കാര്യത്തിൽ ഓരോ തീർപ്പിന് ഞാൻ തയ്യാറല്ല. അറിയാം സാർ. പക്ഷെ ഞാനിന്ന് വൈകിയത് എന്റെ വ്യക്തിപരമായ കാര്യത്തിലല്ല. പിന്നെ രാവിലെ വക്കീല് വിളിച്ചിരുന്നു. ഏത് വക്കീല്? സാറിന്റെ ഭാര്യ. കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. സാറിന്റെ കയ്യിൽ ഒറ്റ പൈസയില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കാമോ എന്ന് ചോദിച്ചു. 25,000 രൂപയാ ചോദിച്ചത്. എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കല്ലേ അറിയാവൂ സാറേ. ഈ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പെടുന്ന പാട്. പക്ഷേ വക്കീൽ ആദ്യമായിട്ട് ചോദിക്കാനല്ലോ എന്നോർത്ത് ഞാൻ ആ പ്രഭാകരൻ ചേട്ടനോട് കുറച്ച് കാശ് ചോദിച്ചു. വക്കീലിനാണെന്ന് പറഞ്ഞപ്പോ പ്രഭാകരൻ ചേട്ടൻ അത്ഭുതം. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നതേ സാറിന്റെ കയ്യിൽ പൂത്ത കാശെന്ന. പ്രഭാകരൻ ചേട്ടൻ വൈകിട്ട് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങി സാറിന്റെ കൈ തരണോ അതോ വക്കീലിനെ കൊടുക്കണോ? ആ പൈസ വേണ്ട. അത് വെറുതെ പറഞ്ഞതാ. ഭയങ്കര സമ്പാദ്യശീലമുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി വെറുതെ ചുമ്മാ വിളിച്ചു നോക്കിയത്. അപ്പൊ പൈസ വേണ്ടേ? പൈസ വേണ്ട പറഞ്ഞല്ലേ? സാർ ഒപ്പിടുന്ന കാര്യം പോയി ഒപ്പിട്ട് ജോലി ചെയ്ത് നോക്ക്. എന്തൊരു കഷ്ടമാണ്. ഞാൻ മോഹനകൃഷ്ണ. ആമേ മോഹനേട്ടൻ എന്താ വൈകിയത്? മണി 5:30 കഴിഞ്ഞല്ലോ. ആഫീസിൽ ഇറങ്ങിയിട്ട് വേറെ 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. ചായ എടുക്കട്ടെ? വേണ്ട. എന്ത് പറ്റി? വല്ല ഗൗരവത്തിലാണല്ലോ. കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. സംഭവിച്ചെന്താണെന്ന് ഞാൻ ഇനി പറയണോ? നീ ഒരാൾ കാരണം ഞാൻ നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ നാണം കെട്ടു. ഞാൻ എന്ത് ചെയ്തു? നീ എത്ര പേരെ വിളിച്ചാ കാശ് കടം ചോദിച്ചത്? ഓ, അതാണോ കാര്യം? മോഹനേട്ടാ, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കടം ചോദിക്കുന്നില്ല. എന്താ തെറ്റ്? സത്യപാലനോട് നാളെ കാശ് കൊടുക്കാന്ന് പറഞ്ഞത് ഞാനാണ്. അത് പറയുന്നതിന് മുന്നേ ഞാൻ മോഹനേട്ടനോട് പറയുകയും അനുവാദം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞു കാശില്ല എന്ന്. അത് മര്യാദയായിരുന്നു. പക്ഷേ എന്റെ ഭാര്യ ആരോടെങ്കിലും പണം കടം ചോദിക്കാന്ന് വെച്ചാലും അതിന് നാണക്കേട് എനിക്കാ. മോഹനേട്ടന് മാത്രമല്ല മോഹനേട്ടൻ നാണക്കേടുള്ളത്. എന്റെ കാര്യം മോഹനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യപാലനോട് ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിട്ടുണ്ടെങ്കിൽ എന്റെ മാനം പോവില്ലേ? മോഹനേട്ടാ, അഭിമാനം എന്ന് പറയുന്നത് ഭർത്താവിന് മാത്രമുള്ളൊരു കാര്യമല്ല, ഭാര്യയ്ക്കും ഉണ്ട് അഭിമാനം. ഇന്ന് ശിശുപാലൻ ചേട്ടനും സ്വയംപ്രഭയും മോഹനേട്ടനോട് ഇക്കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ അനുഭവിച്ച അതേ പ്രയാസം എന്റെ ആഫീസിൽ ഞാനും അനുഭവിക്കുമെന്ന് മോഹനേട്ടൻ ഓർക്കാതിരുന്ന എന്താണ്? കൂടിപ്പോയി. ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മൂത്ത് നോക്കും? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പണം കടം വാങ്ങുന്നത് അതിന് ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. ഞാൻ ആകെപ്പാടെ 3-4 പേരോട് മാത്രമേ കാശിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഉത്തമനോട്, പ്രകാശനോട്, ശിശുപാലൻ ചേട്ടനോട്, പിന്നെ സ്വയംപ്രഭയോട്. അപ്പൊ നീ അരവിന്ദ് സാറിനോട് പറഞ്ഞതോ?
അരവിന്ദ് സാറിന്റെ ധൈര്യമായിട്ട് ചോദിച്ചൂടെ? സഹകരണ ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടൂലോ. നാളെ രാവിലെ സ്വർണമായി ഞാൻ വരുമെന്ന് സാറിനോട് പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം. എന്റെ 2 വള ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതെനിക്ക് പണയം വെക്കാലോ. അടുത്ത ആഴ്ച മോഹനയുടെ പൈസ വരുമ്പോ അതൊന്ന് തിരിച്ചെടുക്കുകയും ചെയ്യാം. സ്വർണം പണം വയ്ക്കണമെന്ന് പോണ്ട. സത്യമായിട്ടുള്ള പൈസ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. കൊടുത്തു വിട്ടു? സഹകരണ ബാങ്കിൽ പൈസ എടുത്ത് ശിശുപാലിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. ശിശുപാലൻ അത് സത്യപാലൻ കൊണ്ടേ കൊടുത്തോളൂ. എന്റെ മോഹനേട്ടാ, എന്റെ മോഹനേട്ട ഒരു പാവ. രാവിലെ ഉണ്ടാക്കിയ ആ പുകിലൊക്കെ വെറുതെ ആയിരുന്നു മോഹനേട്ടൻ തന്നെ അപ്പോഴേ അറിയാം. അതുകൊണ്ടാണല്ലോ എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ പൈസ കൊടുത്തു വിട്ടത്. ആ സത്യപാലനായിരിക്കും പൈസ കിട്ടിയെന്ന് പറയാൻ വിളിക്കുക. എന്റെ വില്ലേജ് ഓഫീസർ ഒരു ഭയങ്കര പരസഹായിയാണെന്ന് സത്യപാലൻ മനസ്സിലായി കാണൂലോ. എന്ന് വെച്ച് ഇനി എന്നോട് വായ്പ വെച്ചത് ഞാൻ കൊടുക്കൂല. ഇപ്പൊ തന്നെ 86 രൂപ 50 പൈസ എനിക്ക് നഷ്ടം. ആ 86 രൂപ 50 പൈസക്ക് പകരമായി ഞാൻ രൂപ തന്നാലോ? പിന്നെ തരാം. സമരത്തിന് പല വഴികളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സമര രീതി ഇതിനു മുമ്പ് ആരെങ്കിലും ആവിഷ്കരിച്ച് നടപ്പാക്കിയതായി കേട്ടിട്ടില്ല. എന്തായാലും സത്യഭാമയുടെ ഉദ്ദേശം കുറിക്കുകൊണ്ട നിലയ്ക്ക് ഇനി ഈ കഥ നീട്ടുന്നതിൽ കാര്യമില്ല. ഈ വിചിത്ര ദമ്പതികളുടെ അതിവിചിത്ര കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.